ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗോച്ച ടീം പവേർഡ് ബൈ ക്രിട്ടിക്കൽ ടെക് മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ ബിഫോർ ദ ബെൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. മൊത്തത്തിൽ ചുവന്ന ഒരു തമ്മിലായിരുന്നത്, കാരണം കഴിഞ്ഞ വെള്ളിയാഴ്ച മാർക്കറ്റ് അടിച്ച് താഴേക്ക് ഇറങ്ങിയില്ലേ, അതുകൊണ്ട് വിചാരിച്ചു ഒരു ചുവന്ന ഒരു ചുവപ്പ് കളറുള്ള തമ്മിലൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ തുടങ്ങിയത്. പൊതുവേ മാർക്കറ്റ് ഒരു കഴിഞ്ഞ വെള്ളിയാഴ്ച നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ താഴേക്ക് അടിച്ചിറങ്ങിയ ഒരു മാർക്കറ്റ് ആയിരുന്നു. മാർക്കറ്റ് താഴേക്ക് ഗ്യാപ് ഡൗൺ വന്നു. ഇൻഫോസിസിന്റെയും അതായത് TCS വന്ന റിസൾട്ട് നമ്മൾ IT സ്റ്റോക്സിനെ മൊത്തത്തിൽ ബാധിച്ചത് കാരണം മാർക്കറ്റ് താഴേക്ക് ഇറങ്ങി വന്ന് എന്താണ് ലോവർ ലെവൽ സ്ട്രക്ചറിലേക്ക് മാർക്കറ്റ് പോയ ഒരു ദിവസം കൂടെയാണ് മാർക്കറ്റ് കഴിഞ്ഞു പോയത്. കഴിഞ്ഞ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച പൊതുവെ ഒരു നെഗറ്റീവ് മാർക്കറ്റിലാണ് മാർക്കറ്റ് പോയത്. അതേപോലെ നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും, ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ കൂടെ ബാങ്ക് നിഫ്റ്റി ഓൾമോസ്റ്റ് ഒരു നെഗറ്റീവ് സെല്ലിംഗ് വന്ന് താഴേക്ക് ഇറങ്ങി. പക്ഷെ ആ താഴേക്ക് ഇറങ്ങി വന്നതിന് ശേഷമുള്ള ആ ഒരു സെല്ലിംഗ് മൊമെന്റം കണ്ടിന്യൂവേഷൻ തന്നിട്ടില്ല, നിഫ്റ്റി തന്നിട്ടില്ല, അതേപോലെ ബാങ്ക് നിഫ്റ്റി തന്നിട്ടില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞ ആദ്യത്തെ ഒരു നോർമൽ സമയത്ത് സെല്ലിംഗ് വന്ന് നോർമൽ ടാർഗറ്റ് തന്നതിന് ശേഷം പിന്നെ മാർക്കറ്റ് ആ ഭാഗത്തേക്ക് കൺസോളിഡേറ്റ് ചെയ്ത് ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ് ബാങ്ക് നിഫ്റ്റിക്ക് സംഭവിച്ചത്. നിഫ്റ്റിക്കും സെയിം അതേ പോലെ നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആയിരുന്നു സംഭവിച്ചത്. ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് താഴേക്ക് ഇറങ്ങി എന്ന് പറയാം, ഇറങ്ങി. പ്രോഫിറ്റ് കിട്ടിയോ? കിട്ടി. നല്ല കുറച്ച് ദിവസത്തിന് ശേഷം ഒരു ട്രേഡ് കൃത്യമായ രീതിയിൽ വർക്ക് ചെയ്ത ഒരു ദിവസം കൂടെ കഴിഞ്ഞ വെള്ളിയാഴ്ച കടന്നുപോയത്. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിട്ടിക്കൽ ടെക്കിന്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. സോ ഞാൻ ആദ്യം പറഞ്ഞു, നിഫ്റ്റി എന്താണ്? നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ്. സി പീരീഡ് ഒരു എക്സ്റ്റൻഷൻ താഴേക്ക് വന്ന് ആ സി ഒരു സിംഗിൾ പ്രിന്റ് ക്രിയേറ്റ് ചെയ്ത് ഡൗൺ സൈഡിലേക്ക് വന്നതിന് ശേഷം മാർക്കറ്റിനെ POC എന്ത് ചെയ്തു? POC താഴേക്ക് മെർജ് ചെയ്ത് 25,168 ഭാഗത്തേക്ക് മാർക്കറ്റ് വന്നു. ചുരുക്കി പറഞ്ഞാൽ ഇത് വരാൻ വേണ്ടി മാർക്കറ്റിന് പറ്റിയ കാരണം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി വന്ന TCSന്റെ റിസൾട്ട് മാർക്കറ്റിനെ പൊതുവെ ഒരു നെഗറ്റീവ്, അതായത് IT കമ്പനികൾക്ക് പൊതുവെ ഒരു നെഗറ്റീവ് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുകയും ഇൻഫോസിസിന്റെ ADR നല്ല രീതിയിൽ ഡൗൺ ആവുകയും ചെയ്തു. അപ്പൊ അത് പൊതുവെ നമ്മുടെ മാർക്കറ്റ് ഒരു ഗ്യാപ് ഡൗൺ പ്രതീതി ഉണ്ടാക്കുകയും ആ ഗ്യാപ് ഡൗൺ എന്ത് ചെയ്തു? കണ്ടിന്യൂവേഷൻ തന്ന് ടാർഗറ്റ് തന്ന ഒരു ദിവസം കൂടെ കഴിഞ്ഞ ആഴ്ച കടന്നുപോയത്. സോ സി പീരീഡ് ഒരു സിംഗിൾ പ്രിന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റിനെ POC വന്നേക്കുന്ന 25,162 ഭാഗത്താണ് POC. ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് എന്ത് ചെയ്തു? താഴേക്ക് വന്ന് കുറച്ച് സമയം അവിടെ കിടന്ന് കളഞ്ഞതിന് ശേഷം POC താഴേക്ക് മെർജ് ചെയ്ത് ആ ഒരു ലെവലിൽ നിന്ന ദിവസം കൂടെയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച കടന്നത്. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ ആദ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോകുന്നു? ഈ POC ഞാൻ ഒന്ന് മാറ്റുന്നു. എത്രയാണ് POC? ആദ്യം സപ്പോർട്ട് ഇതൊക്കെ ഒന്ന് താഴേക്ക് മാറ്റിയതിനു ശേഷം POC എന്ത് ചെയ്തു? 25,169 ഭാഗത്താണ് POC 25,169 ഭാഗത്താണ് POC നിൽക്കുന്നത്. സോ അത് ഞാനൊന്ന് കൃത്യമായി മാർക്ക് ചെയ്തു. ഇനി എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും പറയുന്നു, ഇന്നലെ വന്ന ലോവർ സ്ട്രക്ചറായ 25,125 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിന് താഴെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ നല്ലൊരു ഹെവി സെല്ലിംഗ് നിഫ്റ്റിയിൽ വരാൻ ചാൻസുണ്ട്. സോ 25,125 ആ ലോവർ സ്ട്രക്ചറിനൊക്കെ കുറച്ചുകൂടെ മാറ്റം വരുത്തി 25,125 താഴെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇനിയും താഴേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. കാരണം എന്ന് വെച്ചാൽ ഇൻഫോസിസിന് റിസൾട്ട് വന്നു, ഇനി TCS റിസൾട്ട് വന്നു, ഇനി അടുത്ത ഇൻഫോസിസിന് റിസൾട്ട് വരാൻ പോകുന്നു. അങ്ങനെയുള്ള പല കമ്പനി അടുത്ത ആഴ്ച വെള്ളിയാഴ്ച ആകുമ്പോൾ ICICI ബാങ്ക്, HDFC ബാങ്ക്, ഇതിന്റെ എല്ലാ റിസൾട്ട് വരാൻ പോകുന്നതായതുകൊണ്ട് മാർക്കറ്റിന് എന്തൊരു റിസൾട്ട് മന്ത് ആയതുകൊണ്ട് ഇതെല്ലാം കൃത്യമായി നമ്മുടെ സ്റ്റോക്സിനെ ബാധിക്കും, നിഫ്റ്റി 50 സ്റ്റോക്സിനെ ബാധിക്കും. സോ യൂഷ്വലി എന്ത് പറ്റും? ഇതെല്ലാം കൃത്യമായ രീതിയിൽ വന്നിട്ട് മാർക്കറ്റിനെ വേണമെങ്കിൽ താഴേക്ക് മുകളിലേക്ക് കൊണ്ടുപോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ എന്നെ സംബന്ധിച്ച് 25,125 എന്ന് പറഞ്ഞാൽ ഇന്നലെ വന്ന ലോയുടെ കുറച്ച് താഴെ ഒരു ബെയറിഷ് റെഫറൻസ് ആക്റ്റീവ് ആകും. 25,125 താഴെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ തിരിച്ച് മാർക്കറ്റ് എങ്ങോട്ട് വരും? ഈ ഒരു സിംഗിൾ പ്രിന്റ് ഫില്ല് ചെയ്യാനും അവനെ സംബന്ധിച്ച് എന്താണ്, എന്നെ സംബന്ധിച്ച് ഈ ഒരു POC ആയ 24 താഴെ നിൽക്കുമ്പോൾ 25,065 ഭാഗത്തേക്ക് മാർക്കറ്റ് വരും. അല്ലെങ്കിൽ ഈ ഒരു ക്ലോസിംഗ് പ്രൈസ് 24 ജൂണിന്റെ ക്ലോസിംഗ് പ്രൈസ് ആയ 25,077 ഭാഗത്തേക്ക് S1 വരാം. 25,077 ആയിരിക്കും എന്നെ സംബന്ധിച്ചുള്ള ഫസ്റ്റ് ടാർഗറ്റ്. 25,077 ആയിരിക്കും എന്നെ സംബന്ധിച്ചുള്ള ഫസ്റ്റ് ടാർഗറ്റ് സ്പോട്ടില്. അതിന് താഴെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ ഈ POC 23 ജൂണിന്റെ POC ആയ ഫസ്റ്റ് ടാർഗറ്റ് അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ 25,000 JPL വന്ന ലോ ആയ 25,000 ഭാഗത്തേക്ക് നിഫ്റ്റി. ചുരുക്കി പറഞ്ഞാൽ 25,100 പൊട്ടുകയാണെങ്കിൽ നിങ്ങൾ ഒരു കൃത്യമായി നിങ്ങളൊരു കാര്യം ഓർത്തോളുക. വീക്ക്ലി വ്യൂവിന്റെ വ്യൂ ഞാൻ പറയും. ഇപ്പോൾ ഡെയിലി വ്യൂ നോക്കുമ്പോൾ 25,125 പൊട്ടുകയാണെങ്കിൽ 25,077 അതിന് താഴെ 25,000 ഭാഗത്തേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം
കൂടുതലാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആദ്യം നിങ്ങൾക്ക് ഡെയിലി ഉള്ള വ്യൂ പറഞ്ഞതിന് ശേഷം വീക്കിലി കഴിഞ്ഞ വീക്കിലി എന്ത് സംഭവിച്ചു, ആ വീക്കിലി വ്യൂ വെച്ച് അടുത്ത വരാൻ പോകുന്ന വീക്കിൽ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന വീക്കിലി മാർക്കറ്റ് എങ്ങനെ പെർഫോം ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ വ്യക്തമായി നിങ്ങൾക്ക് പറഞ്ഞു തരും. സോ ഇതിപ്പോൾ ഡെയിലി വ്യൂ ആണ്. അപ്പോൾ 25,169 ആണ് നമ്മുടെ പി ഒസ് നിൽക്കുന്നത്. 25,125 നമ്മുടെ ബെയറിഷ് റെഫറൻസ്, അത് പൊട്ടുകയാണെങ്കിൽ 25,077 25,000 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്ക് നിഫ്റ്റി വരാൻ ചാൻസ് കൂടുതലാണ്. ഇനി നമുക്ക് എന്താണ് നമ്മളെ സംബന്ധിച്ച് ബുള്ളിഷ് റെഫറൻസ് ഉണ്ടല്ലോ. സോ എന്നെ സംബന്ധിച്ച് ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഈ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു സിംഗിൾ പ്രിന്റ് ആണല്ലോ 25,240 മുകളിലായിരിക്കും എനിക്ക് ഇനി ബൈ ഉള്ളൂ. 25,240 മുകളിലായിരിക്കും ഇനി ഒരു ബൈ എനിക്ക് എടുക്കാൻ പറ്റും. 25,240 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ ഒരു ബുള്ളിഷ് റെഫറൻസ് ഞാൻ വീണ്ടും ആക്ടിവേറ്റ് ആകും. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ഇന്നത്തെ ക്ലോസിംഗ് പ്രൈസ് ആയ അല്ലെങ്കിൽ ഇന്നത്തെ ഹൈ പ്രൈസ് ആയ 25,323 എത്രയാണ് ഇന്നത്തെ ഹൈ ആയ 25,323 25,323 ഭാഗത്തേക്ക് നിഫ്റ്റി സ്പോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ ഈ ഒരു കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ പി ഒ സി അതായത് കഴിഞ്ഞ വ്യാഴത്തെ പി ഒ സി ആയ 25,397 25,397 ഭാഗത്തേക്ക് മാർക്കറ്റ് വരും. എത്രയാണ് 25,397 ഭാഗത്തേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് എന്താണ് 25,125 പൊട്ടുകയാണെങ്കിൽ താഴേക്ക് ഇറങ്ങി 25,077 25,000 ഭാഗത്തേക്ക് മാർക്കറ്റ് വരാനും ഇല്ല കയറും 25,240 പൊട്ടുകയാണെങ്കിൽ 25,323 25,397 ഭാഗത്തേക്ക് നിഫ്റ്റി സ്പോട്ട് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. നമുക്കിനി ബാങ്ക് നിഫ്റ്റി നോക്കാം. സോ കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു ദിവസം വീഡിയോ ചെയ്തില്ല, കാരണം മാർക്കറ്റ് അത് റേഞ്ചിൽ ഞാൻ വീഡിയോ ചെയ്യില്ലായിരുന്നു. സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് സെയിം നിഫ്റ്റിയെ പുറത്തുനിന്ന് സിംഗിൾ പ്രിന്റ് ക്രിയേറ്റീവിലെ കൂടെ ബാങ്ക് നിഫ്റ്റി നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആയിരുന്നു. നമ്മളെ പി ഒ സി ഫോം ചെയ്തിരിക്കുന്ന 56,729 ഭാഗത്താണ് പി ഒ സി. സോ ഞാൻ ആദ്യം ഇതൊന്ന് താഴേക്ക് എല്ലാം മാറ്റിട്ട് 56,729 ആണ് ബാങ്ക് നിഫ്റ്റിയുടെ പി ഒ സി. ഞാൻ ആ പി ഒ സി എന്ന് മാറ്റുന്നു. 56,729 ആണ് പി ഒ സി. നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 56. ആ പി ഒ സിയുടെ ആ ഭാഗത്തൊക്കെ തന്നെയാണ് നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റിയുടെ സ്പോട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത് 56,729 പി ഒ സി. ഞാൻ ആ പി ഒ സി ഒന്ന് മാർക്ക് ചെയ്തു. ഇനി നോക്കേണ്ടത് നമുക്ക് ബുള്ളിഷ് റെഫറൻസ്, അതായത് ആദ്യം ബെയറിഷ് റെഫറൻസ്. എന്നെ സംബന്ധിച്ച് ബെയറിഷ് റെഫറൻസ് പറയുമ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 56,543 അല്ല 56,580 ആണ് എന്നെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസ്. 56,580 പൊട്ടുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്യും. സോ 56,580 പഴയ ഒരു വാല്യൂ ഏരിയ ഹൈ ആണ്, അവിടെ നിന്നാണ് മാർക്കറ്റ് തിരിച്ച് കയറിയത്. 56,580 ആണ് എന്നെ സംബന്ധിച്ചുള്ള എന്താണ് ബാങ്ക് നിഫ്റ്റിയുടെ ബെയറിഷ് റെഫറൻസ്. അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി സെല്ലിംഗ് തുടങ്ങാം. അതെങ്ങോട്ട് പോകും? ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 56,402. ഫസ്റ്റ് ടാർഗറ്റ് 56,402 ഭാഗത്തേക്ക് വരാം. 56,402 എന്ന് പറഞ്ഞ ആ ഭാഗത്തേക്ക് വരാം. അതിന് താഴെ നിൽക്കണമെങ്കിൽ അടുത്തെന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പറയണമെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 56,000 അടുത്തത് കൃത്യമായിട്ട് പറയണമെങ്കിൽ 56,254 എന്ന് പറഞ്ഞാൽ ഇവഞ്ച്വലി ഈ പി ഒ സി ആയ 56,933 ഭാഗത്തേക്ക് വരാം. പക്ഷെ 402 പൊട്ടുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ചെറിയൊരു സപ്പോർട്ട് എടുക്കാം 56,250. ഈ 56,250 പൊട്ടിയാൽ മാത്രമേ 55,934 എന്ന് പറഞ്ഞ ആ പി ഒ സിയുടെ ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി വരാം. സോ വീക്കിലി നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു അപ്രോച്ച് നമുക്ക് എടുക്കാം. ഇപ്പം ഡെയിലി ആയതുകൊണ്ട് എന്താണ് കൃത്യമായിട്ട് പറയുന്നത് 56,250 ഭാഗത്തേക്ക് വരാം. എത്രയാണ് 56,580 പൊട്ടുകയാണെങ്കിൽ 56,402 56,250 ഭാഗത്തേക്ക് വരാം. ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മളെ ബുള്ളിഷ് റെഫറൻസ്. ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു കാര്യം നിങ്ങൾ മനസ്സിലോർത്തുകൊള്ളുക. ഇന്നലെ ബി 57,000 അല്ലെങ്കിൽ 56,958 താഴെ മുകളിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ വീണ്ടും ബൈ എടുക്കാം. ആ ബൈ സ്റ്റാർട്ട് ചെയ്യും 56,958 മുകളിൽ ബാങ്ക് നിഫ്റ്റിയിൽ വീണ്ടും ഒരു ബൈയിങ് ലെവൽ സ്റ്റാർട്ട് ചെയ്യും. ആ ബൈയിങ് ലെവൽ എങ്ങോട്ട് പോകും? ബാങ്ക് നിഫ്റ്റി ഈ പി ഒ സി കഴിഞ്ഞ വ്യാഴത്തെ പി ഒ സി ആയ 57,126 57,126 ഭാഗത്തേക്ക് കൊണ്ടുപോകാം. 50 വെർജിൻ പി ഒ സി ആണ്, അതൊരു അൺടച്ച് ചെയ്തിട്ടില്ല. സോ 57,126 ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി കൊണ്ടുപോകാനും അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ ഈ ഒരു ഓപ്പണിംഗ് പ്രൈസ് ആയ 57,361 എത്രയാണ് 57,361 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസും കൂടുതൽ. അപ്പം ചുരുക്കി പറഞ്ഞാൽ എത്രയാണ് 56,958 മുകളിൽ 56,726 57,361 ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ്
വളരെയധികം കൂടുതലായിരിക്കും. ഇതാണ് എന്നെ സംബന്ധിച്ചുള്ള ബാങ്ക് നിഫ്റ്റിയുടെ ഓവറോൾ വ്യൂ. ഇത് മൺഡേക്ക് വേണ്ടിയുള്ള വ്യൂ ആണ്. ഇത് മാർക്ക് ചെയ്യുക, ലെവൽ ട്രേഡിംഗിന്റെ ബേസിസ് ഉപയോഗിച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. ഇനി നമുക്ക് നോക്കേണ്ട കഴിഞ്ഞ ആഴ്ച സംഭവിച്ചു. കഴിഞ്ഞ ആഴ്ച മാർക്കറ്റ് എങ്ങനെ പെർഫോം ചെയ്തു, ബാക്കിയുള്ള ലെവൽസ് ഒക്കെ നോക്കാം. സോ കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. നിഫ്റ്റിയുടെ ഇതാണ് നിഫ്റ്റിയുടെ തിങ്കളാഴ്ച ഒരു നോർമൽ ഡേ ആയിരുന്നു. അതിന് മുകളിൽ മാർക്കറ്റ് പോയതിനു ശേഷം തിരിച്ച് താഴേക്ക് ഇറങ്ങി വന്ന് ലോവർ സ്ട്രക്ചറിലേക്ക് പോയത് ഒരു വീക്ക് ആയിരുന്നു കഴിഞ്ഞ ആഴ്ച. സോ എന്നെ സംബന്ധിച്ച് നിഫ്റ്റി എന്ന് പറയുമ്പോൾ ഒരു ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആണ്. അതായത് കാരണം ഹാലത്ത് ഒരു മണി നമ്മൾ IB എക്സ്റ്റൻഷൻ വന്നതുപോലെ നമുക്ക് വീക്കിലിയുടെ IBക്ക് മുകളിൽ ബാങ്ക് നിഫ്റ്റി പോയി താഴേക്ക് ഇറങ്ങി വന്ന് ഒരു ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ഡേ ആയിരുന്നു നിഫ്റ്റിയുടെ വന്നത്. അപ്പൊ ഞാൻ ഈ ഡെയിലി മാറ്റി വീക്കിലി ആക്കി. സോ വീക്കിലിയുടെ POC നീക്കുന്നത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ POC മെർജ് ചെയ്യാൻ പറ്റില്ല. കൃത്യമായിട്ട് പറയും 26,457 ഭാഗത്താണ് ഈ വീക്കിലിയുടെ POC നിൽക്കുന്നത്. നമ്മുടെ ക്ലോസിംഗ് വന്നേക്കുന്ന 26,140 ഭാഗത്താണ്. സോ ഈ വരുന്ന വീക്ക്, അതായത് 23rd ജൂണിന്റെ വീക്കിന് സിംഗിൾ പ്രിന്റ് ആയ 25,103 നിഫ്റ്റി സംബന്ധിച്ച് വളരെ സ്ട്രോങ് സപ്പോർട്ടാണ്. ഇവിടെ നിന്നാണ് നിഫ്റ്റി തിരിച്ചു കയറിയത്. സോ ഈ 25,113 എന്ന് പറഞ്ഞ ഈ ഒരു ലെവൽ നിഫ്റ്റി പൊട്ടുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ ഒരു വാല്യൂ ഏരിയ ലോ ആയ 24,954 താഴേക്ക് വരാനും അതിന് താഴെ 16 ജൂണിന്റെ POC ആയ 24,800 ഭാഗത്തേക്ക് നിഫ്റ്റി സ്പോട്ട് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. എന്നെ സംബന്ധിച്ച് ഇത് വീക്കിലി വ്യൂ ആണ്. നമ്മളിപ്പോൾ കുറച്ചു മുമ്പേ പറഞ്ഞു നിർത്തിയത് എന്താണ്, അതൊരു ഡെയിലി വ്യൂ ആണ്. വീക്കിലി വ്യൂ എന്ന് പറയുമ്പോൾ 25,113 എന്ന് പറഞ്ഞാൽ ഈ വീക്കിലി സിംഗിൾ പ്രിന്റിന് താഴെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ 24,955 അതിന് താഴെ 24,800 എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് നിഫ്റ്റി സ്പോട്ട് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇല്ല, ഈ ഒരു ഭാഗത്ത് ഇന്നലത്തെ നമ്മുടെ ക്ലോസിംഗ് പ്രൈസ് ആയ 25,140ക്ക് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ ഒരു സിംഗിൾ പ്രിന്റ് ആയ 25,241 ഫില്ല് ചെയ്യാനും അതിന് മുകളിൽ പോയി ഈ ഒരു POC ആയ വീക്കിലിയുടെ POC താഴേക്ക് മെർജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഈ POCയുടെ ഭാഗത്തേക്ക് ഒരു മീൻ റിവേർഷൻ തരാനും ആ മീൻ റിവേർഷൻ 25,457 എന്ന് പറഞ്ഞാൽ ഈ POCയുടെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസും കൂടുതലാണ്. സോ എങ്ങനെയാണ് 25,113 പൊട്ടി ഈ സിംഗിൾ പ്രിന്റ് പൊട്ടുകയാണെങ്കിൽ 24,954ഉം 24,800 എന്ന് പറഞ്ഞാൽ ഈ POCയുടെ ഭാഗത്തേക്ക് വരാനും ഇല്ല 25,125 ഇതിന് മുകളിൽ തന്നെ സസ്റ്റെയിൻ ചെയ്യുകയാണ്. അവൻ ആദ്യം ഈ കടമ്പയായ 25,241ഉം അതിന് മുകളിൽ ഈ POC തരാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി ഒരു ബ്രിമ്മ് നിൽക്കുകയാണ്. ഈ ബ്രിമ്മ് പൊട്ടുകയാണെങ്കിൽ താഴേക്ക് അടിക്കാനും ഇല്ല ഇതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് പോകുകയാണെങ്കിൽ നല്ല രീതിയിൽ മുകളിലോട്ട് പോകാനുള്ള ചാൻസ് നിഫ്റ്റിയിൽ വളരെയധികം കൂടുതലാണ്. ഇനി നിങ്ങൾ ബാങ്ക് നിഫ്റ്റി നോക്കൂ. ബാങ്ക് നിഫ്റ്റി നോക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ് താഴേക്ക് വന്നത്. നോർമൽ വേരിയേഷൻ അല്ല, ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കണം. ബാങ്ക് നിഫ്റ്റി നിങ്ങൾക്ക് നോക്കുമ്പോൾ ആദ്യം ഡെയിലി വയ്ക്കുക. ഡെയിലി വയ്ക്ക് നോക്കുമ്പോൾ ഇതായിരുന്നു ബാങ്ക് നിഫ്റ്റിയുടെ കഴിഞ്ഞ മൺഡേയിലെ POC. ഈ മൺഡേയുടെ POCക്ക് മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് വേറെ ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ഡേ ആണ്. വീക്കിലി ഒരു വീക്കിലി വന്ന ദിവസം ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ഡേ ആണ് ബാങ്ക് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റിയുടെ POC അപ്പം വീക്കിലിയുടെ POC ഇവിടെ നോക്കണം, അത് ഡെയിലി മാറ്റി വീക്കിലി ആക്കണം. സോ ബാങ്ക് നിഫ്റ്റിയുടെ വീക്കിലി POC നിൽക്കുന്ന 57,155 ഭാഗത്താണ് വീക്കിലി POC നിൽക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്ത് നിൽക്കുന്ന 56,735. സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ POC 56,643 അല്ലെങ്കിൽ 56,600 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പൊട്ടുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഈ സിംഗിൾ പ്രിന്റ് ആയ 56,345 വരാനും അതിന് താഴെ ഇവിടെ ഒരു സിംഗിൾ പ്രിന്റ് ഉള്ള 56,227 വരാനും അതിന് താഴെ ഇവഞ്ച്വലി ബാങ്ക് നിഫ്റ്റി എന്ന് പറയുമ്പോൾ 16 ജൂണിന്റെ POC ആയ 55,763 ഭാഗത്തേക്കും ബാങ്ക് നിഫ്റ്റി വരും. ചുരുക്കി പറഞ്ഞാൽ 55,600 ബാങ്ക് നിഫ്റ്റി 56,600 ബാങ്ക് നിഫ്റ്റി പൊട്ടുകയാണെങ്കിൽ താഴേക്ക് ഇറങ്ങി വന്ന് ഈ 55,763 ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി മുകളിലോട്ട് പോകണമെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 56,910 മുകളിൽ ബാങ്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യും. 13 മുകളിൽ ബാങ്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ ഈ POC ആയ 55,155 ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ. അപ്പൊ ബ്രിമ്മ് പോലെ എന്താണ് 56 നിഫ്റ്റിക്ക് 25,113 പറഞ്ഞ പോലെ ബാങ്ക് നിഫ്റ്റിക്ക് 56,600 വരെ ബ്രിമ്മ് പോയിന്റ് ആണ്. അത് പൊട്ടുകയാണെങ്കിൽ വീണ്ടും സെല്ലിംഗ് മാർക്കറ്റിലേക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇതൊരു വീക്കിലി വ്യൂ ആണ്. കാരണം ബാങ്ക് നിഫ്റ്റിയും കഴിഞ്ഞ വീക്കില് ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആയതുകൊണ്ട് യൂഷ്വലി ആസ് പെർ ദ മാർക്കറ്റ് പ്രൊഫൈൽ സ്ട്രക്ചറിൽ ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ വന്നാൽ പിറ്റേ ദിവസം അല്ലെങ്കിൽ പിറ്റേ വരുന്ന വീക്ക് അത് ഫോളോ ചെയ്യാനുള്ള ചാൻസ് 91% കുറവാണ്. ബാക്കിയുള്ള 9% ദിവസങ്ങളിൽ മാത്രമേ അല്ലെങ്കിൽ വീക്കുകളിൽ മാത്രമേ എന്താണ്
9% മാത്രമേ ന്യൂട്രൽ സ്ട്രീം ഡൗണിട്ട് കണ്ടിന്യൂഷൻ തരാറുള്ളൂ. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്നലത്തെ ഈ കഴിഞ്ഞു പോയ വീക്കായി 56,600 ബാങ്ക് നിഫ്റ്റിക്കും 25,113 നിഫ്റ്റിക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് പൊട്ടുകയാണെങ്കിൽ മാർക്കറ്റിൽ ഇനിയും സെല്ലിങ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ വീക്കിലി വ്യൂ എന്ന് വെക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഒരു വീക്കിലിയുടെ അപ്രോച്ചിലേക്ക് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്യുക. ഡെയിലി പറഞ്ഞ വ്യൂ നമ്മൾ അന്നുള്ള ഡെയിലിയുള്ള ബ്രെഡ് ആൻഡ് ബട്ടർ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം എല്ലാവരും യൂസ് ചെയ്യാൻ ശ്രമിക്കുക. സോ ചാനൽ കാണാൻ മറക്കല്ല ദയവ് ചെയ്ത്. നിങ്ങൾ പലരും ചാനൽ കാണുന്നത് പോലെ ലൈക്ക് ചെയ്യുന്നില്ല. അപ്പൊ ലൈക്കിന്റെ എണ്ണം കൂട്ടാൻ ശ്രമിക്കുക. ലൈക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി. ഒരു ഹാപ്പി വീക്കെൻഡ് ആൻഡ് സൺഡേ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയിൽ സൈൻ ഓഫ് ചെയ്യുന്നത് നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടേക്ക് കെയർ, ബൈ ബൈ.